ഇപ്പോൾ സർക്കാർ ഞങ്ങളോട് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയതാണ് ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണ്. ആ അഭിപ്രായത്തിൽ നിന്ന് തെല്ലും ഞങ്ങൾ മാറിയിട്ടില്ല. ആ അഭിപ്രായത്തിൽ നിന്ന് ഞങ്ങൾ മറ്റൊന്നും മാറുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് സർവ്വശിക്ഷാ അഭിയാൻ്റെ ഭാഗമായി നമുക്ക് തരാനുള്ള 1500 കോടിയിൽ പരം രൂപ, ആ പണം ഇവിടെ, ആ പണം തരണമെങ്കിൽ ഇത് ഒപ്പിട്ടേ മതിയാകൂ എന്ന നിർബന്ധ ബുദ്ധി ഉയർത്തുന്ന ഒരു സർക്കാർ മുന്നിൽ നിൽക്കുകയാണ്. സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം തരണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം ക്യാമ്പസുകളിലോ സ്കൂളിലോ കുട്ടികൾക്കിടയിൽ വർഗീയത വളർത്തണം എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറുന്ന ആ നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ SFI ചെയ്യുന്നത്. അല്ല സാർ, നമ്മൾ കീഴടങ്ങിയോ ഇല്ലയോ എന്നൊക്കെയുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ കീഴടങ്ങുന്ന ഒരു നിലപാടും ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ സംഘപരിവാറിനെതിരെ ഏറ്റവും ശക്തമായ സമരം നയിച്ചിട്ടുള്ള നാടാണ് കേരളം. അതിൻ്റെ ഭാഗമായി വളർന്നു വന്നിട്ടുള്ള സംഘടനയാണ് SFI. ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ നിങ്ങളിപ്പോൾ നോക്കണം, 2019 കരട് അവതരിപ്പിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെത്. ആദ്യം രംഗത്ത് വന്ന സംഘടനയുടെ പേര് SFI എന്നാണ്. 20 അംഗീകരിക്കപ്പെടുമ്പോഴും സമരം നടത്തിയ സംഘടനയുടെ പേര് SFI എന്നാണ്. NCERT പാഠപുസ്തകം ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, ഈ MSFും KSU ഒക്കെ +1 +2 കുട്ടികൾ പഠിക്കുന്ന ഏത് പാഠപുസ്തകമാണ്? NCERT പാഠപുസ്തകമാണ്. ആ NCERT പാഠപുസ്തകത്തിൽ നിന്ന് ബാബറിനെയും ഉമയൂണിനെയും അക്ബറേയും ഈ പറഞ്ഞ ഗാന്ധിജിയെയും ഡാർവിനെയും ഒക്കെ എടുത്തു മാറ്റിയപ്പോൾ ഇവരെവിടെയായിരുന്നു? അന്ന് സമരം നടത്തിയ SFI ആണ് ഏറ്റവും അവസാനം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ ആശങ്ക നിലനിൽക്കുന്നു. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു, ആ ആശങ്കതായി ഞങ്ങൾ നിലനിൽക്കുന്നു. ആ ആശങ്ക അത് തീർച്ചയായും സർക്കാരിനെ അറിയിക്കും. അതെ, ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഞങ്ങളുടെ സമരം തുടരുകയാണ്. എവിടെയാണ് നടത്താതിരിക്കുന്നത്? ഞാൻ പറയട്ടെ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായുള്ള സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സംഘപരിവാറിനെതിരെയുള്ള സമരം ഞങ്ങൾ എവിടെയാണ് പണയപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ RSS വൽക്കരണത്തെ ഗവർണർ SFI എന്ന പോരിലേക്ക് മാറ്റാനായിരുന്നില്ല പലരും ശ്രമിച്ചത്. പക്ഷെ എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള സ്ഥിതി? അന്ന് ഇവർ മിണ്ടിയോ? ഈ പറഞ്ഞ സംഘടനകൾ മിണ്ടിയല്ലോ. ഇന്നിപ്പോൾ SFIയുടെ പ്രതികരണം, SFIയെ ആക്ഷേപ രൂപത്തിൽ ഇന്ന് അപഹസിക്കാൻ കടന്നു വന്നിട്ടുള്ള KSUവിൻ്റെ MSFിൻ്റെ പ്രസിഡന്റ് അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ സംഘപരിവാർ ഉദ്ദേശിച്ച ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള സമരം നയിച്ചത് കേരളത്തിലെ SFI ആണ്.